താരസംഘടനയായ അമ്മയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി പോകുന്നത് ആ വാർത്തയിലേക്ക് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയൊരു രാജി. ഈ അമ്മയുടെ നേതൃത്വം വഹിക്കുന്ന ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ രാജി പ്രഖ്യാപിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് രാജി പ്രഖ്യാപിച്ചത്. വെറും അങ്ങ് സ്ഥാനം രാജിവെക്കുക മാത്രമല്ല, സംഘടനയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു എന്നാണ് അവർ അറിയിച്ചത്. അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റിയൊക്കെ ഉണ്ടാകുന്നു. അതിനകത്ത് നമ്മുടെ രമേശ് പിഷാരടിയും അതുപോലെ തന്നെ ഗണേഷ് കുമാറും ഒക്കെ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. എന്നാൽ ഇന്നലെ ഇപ്പോൾ അവരുടെ പ്രതികരണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ പറ്റുന്ന സാഹചര്യമില്ല. കാരണം ഈ രാജി പ്രഖ്യാപിച്ചവർ ഔദ്യോഗികമായി ആ രാജിക്കത്ത് നൽകിയിട്ടില്ല. മേൽമുഖാന്തരമോ അല്ലാതെയോ രാജിക്കത്ത് നൽകി അവർ ഔദ്യോഗികമായി ആ സ്ഥാനത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. ആ വിവരം ഇവർ പറഞ്ഞതിന് തൊട്ടുപുറകെ ശ്വേതാ മേനോൻ രംഗത്ത് വരികയാണ്. നിരപരാധിത്വം തെളിയിക്കാതെ തങ്ങൾ രാജിവെക്കില്ല എന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നു. ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു നിലപാടിനെതിരെ ഈ പറഞ്ഞ രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും ഒക്കെ രംഗത്ത് വരികയാണ്. ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ഭരണസമിതിയിൽ നിന്നും നടന്മാരായ കൈലാഷും ജയൻ ചേർത്തലയും രാജിവെച്ചു എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ സംഘടനയിൽ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിയോഫിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. രാജി നാടകങ്ങൾ പലതരത്തിൽ പല വിധത്തിൽ കേരളം ഇതിനു മുമ്പും കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാ അമ്മയിലും സമാന സാഹചര്യമാണ്. രാജിവെച്ചു എന്ന് പറയുന്നു, രാജിവെക്കില്ല എന്ന് പറയുന്നു. ശരിക്കും അമ്മയിൽ ഇപ്പോൾ രാജി സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് യാഥാർത്ഥ്യം? സിന്ദൂരി, അമ്മ സംഘടനയിൽ ഇപ്പോൾ അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. അഡ്ഹോക് കമ്മിറ്റി, അതായത് കഴിഞ്ഞ 21-ാം തീയതി നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പരസ്യമായി തന്നെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോയത്. സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെക്കുന്നു, ഒപ്പം സംഘടനയിലെ അംഗത്വവും രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ അതിനുശേഷം ഔദ്യോഗികമായി രാജി നൽകിയിട്ടില്ല. ഒരു ഭരണസമിതി അങ്ങനെ തന്നെ ഒഴിയുന്നു എന്ന് പറയുമ്പോഴാണ് ആ ജനറൽ ബോഡി യോഗം ഒരു കമ്മിറ്റിയെ ചുമതല ഏൽപ്പിക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്ത ശേഷം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന് 2 തവണ യോഗം ചേർന്നു. ഇന്നലെയാണ് 2ാമത്തെ യോഗം ചേർന്നത്. ഇന്നലെ അമ്മയുടെ ഓഫീസിലെത്തി അഡ്ഹോക് കമ്മിറ്റി തുടർ നടപടികൾക്ക് വേണ്ടി യോഗം ചേരുകയും ഒപ്പം ഈ മുൻ ഭരണസമിതിയിൽ നിന്ന് ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. അതായത് കണക്കുകളും കാര്യങ്ങളും, ഒപ്പം ഈ മുറിയുടെ താക്കോലുകൾ, തുടർന്നുള്ള മറ്റ് നടപടിക്രമങ്ങൾ, ചെക്ക്, അക്കൗണ്ട്, പുതിയ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് അതിൻ്റെ ചുമതല ഏറ്റെടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നടത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ എത്തിയത്. പക്ഷേ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ രൂക്ഷ വിമർശനമാണ് ഇന്നലെ ശ്വേതാ മേനോനെതിരെ ഉന്നയിച്ചത്. പരസ്യമായി രാജി പ്രഖ്യാപനം നടത്തിയതല്ലാതെ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടില്ല ശ്വേതാ മേനോൻ എന്ന് ഈ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ രമേശ് പിഷാരടിയും, കൺവീനറാണ് രമേശ് പിഷാരടിയും കെ ബി ഗണേഷ് കുമാറും പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോന്റെ പ്രതികരണം വരുന്നത്. ശ്വേതാ മേനോൻ ഏതാനും ദിവസങ്ങളായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അതിന് നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തത്. അഡ്ഹോക് കമ്മിറ്റിക്ക് എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, മുഴുവനായി തന്നെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അവർ അഡ്ഹോക് കമ്മിറ്റി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്നലെ വരെ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ നിന്ന് 3 പേർ മാത്രമാണ് രാജി നൽകിയിരുന്നത് എന്നാണ് പറഞ്ഞത്. ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജി നൽകിയിട്ടില്ല എന്നതും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ശ്വേതാ മേനോന്റെ പ്രതികരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വരികയുണ്ടായി. ഇതുകൂടാതെ തന്നെ രാത്രി മറ്റ് 3 അംഗങ്ങൾ കൂടി രാജിവെച്ചതായും വിവരമുണ്ട്. അത് ജയൻ ചേർത്തല, കൈലാഷ്, ഒപ്പം ജോയ് മാത്യു, ഈ 3 പേരും ഇന്നലെ ഇമെയിൽ മുഖേന രാജിക്കത്ത് നൽകിയെന്നാണ് അറിയുന്നത്. അതായത് ഒരു കാര്യം കൂടി വ്യക്തമാവുന്നു, ശ്വേതാ മേനോൻ ഈ നിലപാട് വ്യക്തമാക്കാതെ, അതായത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ പുറത്തേക്കില്ല, അതായത് രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത്. ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ശ്വേതാ മേനോൻ പ്രതികരിച്ചത്. എന്തായാലും താൻ ഈ അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്, അത് അനുവദിക്കില്ല. ഒപ്പം താൻ അമ്മയെയും അമ്മയിലെ അംഗങ്ങളെയും ഒക്കെ വഞ്ചിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഈ 1-ാം തീയതി ജൂലൈ 1-ന് നൽകേണ്ട കൈനീട്ടം ഉൾപ്പെടെ അംഗങ്ങൾക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും ശ്വേത പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം അവർ ഉന്നയിക്കുന്നത്, ഈ ജനറൽ ബോഡി യോഗം നടന്ന 21-ാം തീയതി ഒരു അവിശ്വാസ പ്രമേയം ഒരു സംഘം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവിശ്വാസ പ്രമേയത്തിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പാസ്സാവുക. എന്നാൽ 160 അംഗങ്ങളുടെ 62 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കേണ്ടിടത്ത് അത് ലഭിച്ചിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അവിശ്വാസ പ്രമേയം അവിടെ പാസ്സായിട്ടില്ല. തന്നെയുമല്ല, അമ്മയുടെ ബൈലോ പ്രകാരം ഒരു അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല.
ഒരു കമ്മിറ്റി ചുമതല ഒഴിഞ്ഞാൽ ആ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റി പോലെ കാവൽ ചുമതല അല്ലെങ്കിൽ ഭരണസമിതിയായി തുടരുകയാണ് പതിവ്. നേരത്തെ മോഹൻലാൽ രാജിവെച്ച സമയത്ത് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തുടർന്നത്. എന്തുകൊണ്ട് തങ്ങളുടെ ഭരണസമിതിക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിരപരാധിത്വം തെളിയിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകില്ല, രാജിവെച്ച് പോകില്ല എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ ഇത് ആവർത്തിക്കുമ്പോഴും മറ്റ് 3 അംഗങ്ങൾ കൂടി രാജിവെച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.